ദശകം 14 4-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ചർത്ഥം പറയുന്നത്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കർദമൻ്റെ മുന്നിൽ ആ മനോഹര രൂപത്തിൽ ആ ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം മേലാകെ കുളിരണിഞ്ഞിട്ടും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. നല്ല സന്താനങ്ങൾക്ക് വേണ്ടിയാണ് തപസ് ചെയ്തത് കർദമ മഹർഷി. അപ്പം അതിനു വേണ്ടിയുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. ഇതിൽ മനു തൻ്റെ പുത്രിയെ കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. ദേവഹൂതിയെ, മനുവിൻ്റെ പ്രിയപുത്രിയായ ദേവഹൂതിയെ കർദമന് വിവാഹം കഴിച്ചു കൊടുത്തു. ആ രാജകന്യകയിൽ 9 പെൺമക്കളും ഉണ്ടായി. ആ ദേവഹൂതിയിലും അങ്ങയുടെ മകനായി ഞാൻ തന്നെ വന്ന് ജനിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. കർമ്മഫലങ്ങളെല്ലാം കഴിഞ്ഞ് കർദമ പ്രജാപതി എന്നെ തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു. ഇതിൽ സ്തുതിക്കുന്നവനും പുളകാവൃതായ പുളകം കൊണ്ട് രോമാഞ്ചമണിഞ്ഞവനും തസ്മൈ ആയ അദ്ദേഹത്തിന് മനുപുത്രിയും സ്വയംഭൂവ് മനുവിൻ്റെ ദയിതാം നവാബി പുത്രി ഭാര്യയായിട്ടും 9 പുത്രിമാരും കപിലൻ ച സുതം കപിലൻ എന്ന മകനായിട്ടും പശ്ചാത് അതിനുശേഷം പിന്നീട് സ്വഗതി തൻ്റെ തന്നെ അടുത്തേക്കുള്ള ചാപി അനുഗ്രഹ്യ എന്നോടുള്ള കൂടിച്ചേരലും ഉണ്ടാകും എന്നും ഞാൻ തന്നെ വന്ന് അവതരിക്കും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് പോയി അപ്രത്യക്ഷനായി. ഭഗവാൻ അപ്രത്യക്ഷനായി. അപ്പം ഇതിൽ പറയുന്നത് സ്തുതിച്ചു കൊണ്ടിരുന്നവനും പുളകം കൊണ്ട് മൂടിയതുമായ തസ്മൈ ആ കർദമ പ്രജാപതിക്ക് മനുവിൻ്റെ പുത്രിയായ ദയിതാം പത്നിയായിട്ടും നവാബി പുത്രിയും 9 പുത്രിമാരെയും സ്വയേവം കപിലൻ എന്ന പുത്രനായും അവസാനം സ്വമേവ പശ്ചാത് അവസാനം ഞാൻ തന്നെ ആയിട്ടുള്ള കൂടിച്ചേരലും ഉണ്ടാകും. സ്വഗതിം ച അപി അനുഗ്രഹ്യ നിർഗതോഫു എന്നോടുള്ള കൂടിച്ചേരലും ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാബി പുത്രീഹി കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോഫു.